നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഹാക്കറിനെ റോഡ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഡ് ടെസ്റ്റിൻ്റെ കാര്യം. അതായത് നമ്മൾ നല്ല ഓഫ് റോഡ് പിടിച്ചൊരു വഴി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഓഫ് റോഡാണ് ഗൈസ്. മൊത്തം മഴ പെയ്ത് ചീഞ്ഞൊക്കെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി കാണിച്ചു തരാം ഗൈസ്. ഈ കിടക്കണമാണ് നമ്മുടെ വണ്ടി ഗൈസ്. എൻ്റെ മോനെ, നെയിം ബോർഡൊക്കെ ഇട്ട് മിന്നിച്ച് നിൽക്കുവാണ് നമ്മുടെ വണ്ടി. ഫുൾ കണ്ടീഷനാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ റോഡ് ടെസ്റ്റ് അടിക്കാൻ പോവാണ് ഗൈസ്. മൊത്തം റോഡ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് വണ്ടി പോണത്. ഞാൻ ഈ വഴി ഒന്ന് വന്ന് നോക്കിയായിരുന്നു ഇച്ചിരി. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ റോഡ് ടെസ്റ്റ് അടിക്കാം ഗൈസ്. നേരെ നമുക്ക് വണ്ടി എടുക്കാം. ഇനിയിപ്പോൾ അധികം നേരം കളയണ്ട. ചെക്കന് ഇച്ചിരി ഡീസലൊക്കെ കുറവാണ്, 83 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി എടുക്കാം. ഇവിടെ നല്ല കൂട്ടിയിടിയൊക്കെ നടന്ന സ്ഥലമാണ് ഗൈസ്. ഉയ്യോ, അപ്പുറത്ത് പുറകെ അടുത്ത ഒരു കൂട്ടിയിടി നടന്നിട്ടുണ്ട്. ഒരു സ്ലീപ്പർ ബസ്സൊക്കെ ചെന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. കൂട്ട ഇടി ഇവിടെ നടന്നു. എൻ്റെ മോനെ, പുറകെയാണ് ഇടി. നമ്മുടെ ഒരു MVD ആണെന്ന് തോന്നണം ആ വെള്ളത്തിൽ കിടക്കണത്. അതേതായാലും കൊള്ളാം. റോഡ് എല്ലാവർക്കും ഒരേപോലെയാണ് ഗൈസ്. MVDക്ക് മാത്രം സെപ്പറേറ്റ് പരിപാടിയൊന്നുമില്ല. അടുത്ത് പറഞ്ഞാൽ കിടക്കണ്. അവന്മാർ വെള്ളത്തിൽ കയറി കിടക്കുവാണ്. നല്ല മഴയായിരുന്നു ഗൈസ് കഴിഞ്ഞ ദിവസമൊക്കെ. അത് കാരണം വെള്ളമൊക്കെ കയറി കിടക്കുവാണ്. അയ്യോ, ഏതായാലും നമ്മളിച്ചിരി മലമണ്ടയിൽ കൂടിയൊക്കെയാണ് പോക്ക്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മോ, എടേ എൻ്റെ ദൈവമേ, ഇപ്പം ഇടിച്ച് കയറിയാനെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് ഇപ്പോൾ പോയാനെ, ജസ്റ്റ് മിസ്. ഏതായാലും ഫുള്ള് വെള്ളമാണ് ഗൈസ്. മൊത്തം വെള്ളപ്പൊക്കമാണ്. ഈ വളവിച്ചിരി ടാസ്ക് ആണ്. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ അമ്മച്ചേ, ഇടിച്ച് പൊളിഞ്ച് നമ്മുടെ കൊമ്പ് ഗ്ലാസ്സിങ്ങ പറഞ്ഞു പോകുന്നു ഗൈസ്. ഇതന്നെ നമ്മുടെ വണ്ടിക്ക് എന്താ പറ്റി? വണ്ടി നിന്ന് പോയി ഗൈസ്. ആ ഇടിയുടെ ഫോഴ്സ് ഏതായാലും കൊള്ളാം. എൻ്റെ അമ്മ, വണ്ടി വരെ നിന്ന് പോയി. നല്ല ഇടിയാണ് ഗൈസ് കിട്ടിയത്. ഒറ്റയടിക്ക് 95 ഹെൽത്ത് താന്നത്. എന്തോ പറയാനല്ലേ. നമ്മുടെ ഹെൽത്ത് മീറ്റർ ഏതായാലും കൊള്ളാം. റിവേഴ്സ് പോകുന്നുണ്ട്, പക്ഷെ ഫ്രണ്ടോട്ട് പോകണില്ല. അതിനാ പരിപാടിയാ. ഇത് വല്ലാത്ത പണിയാണുള്ളത്. ഏതായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് എടുക്കാം ഗൈസ്. ഇത്തവണ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. പോവുകയാണെങ്കിൽ പോട്ടെ. ഇതെന്നാ പരിപാടിയാ. റിവേഴ്സ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, നമുക്ക് നേരെ ക്യാബിൻ വിഷ്വൽസ് നോക്കാം ഗൈസ്. ഓക്കെ, പോട്ടെ. ഇച്ചിരി സൈഡിൽ കൂടി എടുക്കാം ഗൈസ്. അവിടെ എന്തോ ഒരു കുഴി പോലെ ഒരു സംഭവം ഉണ്ട്. വണ്ടി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോയി. വണ്ടി അങ്ങനെ മറിയത്തൊന്നുമില്ല. മറിയാൻ ഇച്ചിരി പാടുപെടും, കാരണം ഇവിടെ ലൈലൻ്റാണ്. പക്ഷേ ഇവിടെയൊന്നും ലൈലൻറ്റിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലെന്നറിയാം. നല്ല ഇടിയാണ്. ഫസ്റ്റ് തന്നെ കിട്ടിയത് നല്ല ഇടിയാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ഇമ്മാതിരി ഇടി നമ്മുടെ ഹാക്കറിന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മുടെ ഹാക്കർ ട്രിപ്പ് പോയപ്പോഴാണ് ഒരു കൊക്കയിലോട്ട് മറിഞ്ഞ് ബോഡി ഫുള്ള് ചളുങ്ങി കൂടി നമ്മുടെ കയ്യിലോട്ട് വന്ന് ചാടിയത് ചെക്കൻ. അന്ന് നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്ത് പേൾ വൈറ്റ് അടിച്ച് ഇപ്പോഴത്തെ ഗ്രാഫിക്സ് അടിച്ച് ഇട്ടേക്കുവാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ചെക്കൻ്റെ ഫ്രണ്ടിലെ സ്റ്റിക്കറാണ് ഗൈസ് ഏറ്റവും മെയിൻ. എൻ്റെ അമ്മോ, എടേ പറഞ്ഞ് തീർക്കാൻ ഒരു ഗ്യാപ്പ് കാടേ. അവൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഹസാർഡ് ഇട്ടു മര്യാദക്ക് പോയവൻ. ഇപ്പം ഞാൻ വടിയായാണ് ഇപ്പം. ഏതായാലും കൊള്ളാം, നമുക്ക് പോയേക്കാം. ഇപ്പം നമുക്കൊന്നും പറയാനില്ല. ഏതായാലും വഴി അങ്ങനത്തെ ആണ്. നമുക്ക് ഇച്ചിരി വാട്ടർ റൈഡ് നടത്താം ഗൈസ്. വണ്ടി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞൊക്കെയാണ് പോക്ക്. എൻ്റെ പൊന്നടാ, അപ്പുറത്ത് ഒരു തോടുണ്ടായിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ ഒരു പുഴയുണ്ടായിരുന്നു. അത് രണ്ടും കൂടി വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. എനിക്ക് വയ്യ. ഇനി നമുക്കായാലും കരയിലോട്ട് കയറാം ഗൈസ്. അല്ലെങ്കിൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ പണി പറ്റിക്കും ചിലപ്പോൾ. ഒയ്യോ, അധികം സൈഡിലോട്ട് പോകണ്ട, പുഴ വീഴും. അയ്യോ, നല്ല സ്ഥലമാണ് ഗൈസ്. ഏതായാലും ഈ സ്ഥലം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഹോൾമാർക്ക് വണ്ടി എന്തോരം പവർ താങ്ങുമെന്ന് നോക്കാനാണ് എൻ്റെ അമ്മച്ചിയെ. ഇപ്പോൾ ഒറ്റ ഇടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് അനങ്ങത്തില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാ പറയാനാ. പോട്ടെ, പറപ്പിച്ച് വിടുവാപ്പ അങ്ങോട്ട്. അല്ല പിന്നെ
നമ്മൾ തേർഡിലോട്ട് കയറി. ഇപ്പം ഇവിടെ ഒരു പറക്കൽ കാണാൻ വേണമെങ്കിൽ എൻ്റെ അമ്മോ. നമ്മൾ നേരത്തെ നമ്മുടെ റോക്കി ബോയുടെ ബൈക്കും കൊണ്ട് നമ്മൾ കത്തിച്ചിങ്ങ് വന്നായിരുന്നു. അവിടെ നമ്മുടെ ടയറൊന്ന് പൊട്ടി. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. വണ്ടിക്കകത്താണെങ്കിൽ മൊബൈൽ സ്റ്റാൻഡും ഇല്ലായിരുന്നു, അത് കാരണം വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പറപ്പിച്ച് വിടാൻ കഴിച്ചു. എൻ്റെ അമ്മോ. വണ്ടിയുടെ പരിപ്പിളകി. വണ്ടിയുടെ ലിപ്പിൻ്റാണ് തട്ട് കിട്ടണത്. ലിപ്പ് മിക്കവാറും നമ്മൾ പിന്നെ മാറേണ്ടി വരും. നമ്മൾ ഒരു പ്രാവശ്യം ലിപ്പ് മാറിയതാണ്. പിന്നെ ഫുള്ള് നമ്മുടെ ഒരു പ്ലെയിൻ ലിപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അധികം പിന്നെ വലിയ കാശ് വരികയില്ല. നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ നമ്മൾ അടുത്ത ദിവസം തന്നെ ഗ്രാഫിക്സ് അടിക്കും. ഇവൻ്റെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഗ്രാഫിക്സ് അടിക്കാൻ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഹാക്കറിനെ പോലെ തന്നെ നല്ല സെറ്റ് ഗ്രാഫിക്സാണ് നമ്മൾ റെഡിയാക്കിയേക്കണത്. ഇപ്പോൾ നമുക്കായാലും നമ്മുടെ ഹാക്കറിൻ്റെ കാര്യം നോക്കാം ഗൈസ്. എൻ്റെ അമ്മോ. പൊളിഞ്ച് നാശമായി ഗൈസ്. നമ്മുടെ ഇടത്തെ കൊമ്പും പൊളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈഡ് ബോണറ്റൊക്കെ പൊളിഞ്ഞ് കാണും മിക്കവാറും. ഇടത്തെ കൊമ്പിൽ ചില്ലും പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഫസ്റ്റത്തെ കൊമ്പിൻ്റെ ചില്ല് മൊത്തം ഇങ്ങനെ പറഞ്ഞു പോന്ന്. ഇച്ചിരി പശയുടെ വിലത്തി എങ്ങാണ്ട് ഇരിക്കാമെന്നാണ് എനിക്ക് തോന്നണത്. ഏതായാലും നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയണ ഇനിയും ഉണ്ട് 15 കിലോമീറ്റർ എന്നാണ്. അച്ചോ. അയ്യോ. നമ്മുടെ ഹാക്കർ പൊളിഞ്ഞു ഗൈസ്. എന്തോ പറയാൻ, ഇതൊരു ദുരന്തം പിടിച്ച സ്ഥലമാണ്. പിന്നെ ഞാൻ ഇച്ചിരി പവർ ടെസ്റ്റ് ചെയ്യാനും കൂടി ആണ് ഈ സ്ഥലം സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുത്തതിലും കാശ് കൂടുതലായി നമ്മുടെ റിപ്പയറിങ്ങിനും ഗ്രാഫിക്സ് വർക്കിനും ഒക്കെ കൂടി. ഇപ്പോൾ ടോട്ടലി നമ്മുടെ ഹാക്കർ മൊത്തത്തിൽ റിപ്പയർ ചെയ്ത് നാശമായിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇപ്പോൾ ഇറങ്ങും. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഇങ്ങനെ ഒരു വളവിലാണ് നമ്മൾ ഇടിച്ച് കയറിയത്. കുറച്ചുകൂടി വാട്ടർ റൈഡ് അടിപൊളി. ഏതായാലും വണ്ടി ഒന്ന് ഓസിന് കഴുകി കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇപ്പോൾ ഇടിച്ച് കയറിയാനെ ശരിക്കും പറഞ്ഞാൽ. പോട്ടെ പറപ്പിച്ച് പോട്ടേ. വണ്ടിക്കാണെങ്കിൽ ആ ഇടി കിട്ടിയതോടുകൂടി വണ്ടിയുടെ എല്ലാ പവറും പോയി ഗൈസ്. വണ്ടി അങ്ങ് നീങ്ങണില്ല. ഓക്കെ പോട്ടെ. ചവിട്ടി വിട്. സെക്കൻഡിലെ കാലം 90 സ്പീഡ് കാരണം വണ്ടിയാണ് ഗൈസ്. ഇപ്പോൾ കയറ്റം കയറാൻ ഇച്ചിരി പാടാണ്. 64 65 കയറുന്നുണ്ട് ഗൈസ്. പോട്ടെ. നമ്മൾ നല്ല മലമണ്ടയിലോട്ടൊക്കെ വലിഞ്ഞ് കയറേണ്ട അവസ്ഥയാണ്. ഏതായാലും ഗൂഗിൾ അമ്മച്ചി ഓരോ സെക്കൻഡ് മാറ്റി പറയുവാണ് ഇനിയും ഉണ്ട് 10 കിലോമീറ്റർ എന്നാണ് പറയണത്. നമ്മൾ 5 കിലോമീറ്റർ കഴിഞ്ഞോളൂ ഇത്രയും നേരമായിട്ട്. എൻ്റെ ഒന്നടാ, ഇത് വണ്ടി ഡീസൽ കുടിക്കുമോ? 72 ലിറ്ററായി. അയ്യോ. മിക്കവാറും ഈ വഴി തരുന്നേക്ക് പിന്നെ വണ്ടി ഓഫായി കിടക്കും, അത് ഉറപ്പായി. ഈ സൈഡ് കൊക്കയാണ് ഗൈസ്. അപ്പുറത്തെ സൈഡിൽ മതിൽ, ഇപ്പുറത്തെ സൈഡിൽ ഒരു കുന്തവും ഇല്ല. അതെന്നാ പരിപാടി കാണിച്ചു വെച്ചാണ്. ഏതായാലും ഈ റോഡ് പണിതവനായാലും ബെസ്റ്റ് ആളാണ്. അങ്ങനെ ഒന്ന് കൈ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ പെരുമാറി വിട്ടേനെ ശരിക്കും പറഞ്ഞാൽ. ഏതായാലും നമുക്ക് പോയേക്കാം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്ഥലം സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ടെസ്റ്റ് നടത്തേണ്ടി വരും. ഓക്കെ പോട്ടെ. വണ്ടി ചാടി പോവാണ് കഴിച്ചു. ഇതെന്നെ കുതിരയാ. പോട്ടെ. പറപ്പിച്ച് വിടും അങ്ങോട്ട്. ഇനി ഈ വഴി തന്നെ തിരിച്ചു വരണമെങ്കിൽ അതിനുള്ള ഡീസൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. പിന്നെ നമ്മുടെ ഹാക്കറിൻ്റെ ഡിക്കിക്കകത്ത് ഒരു 10 ലിറ്റർ ഡീസൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് എടുക്കേണ്ട വരും മിക്കവാറും. ഏതായാലും നമ്മുടെ റോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ റോഡിലോട്ട് കയറാൻ കഴിച്ചു. നമ്മുടെ ലിപ്പ് തട്ടി 1% ഹെൽത്ത് പോയി. പോട്ടെ. ഓക്കെ, നമ്മൾ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. പറപ്പിച്ച് വിടാൻ അങ്ങോട്ട്. ചവിട്ട്. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാനല്ലേ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഏതായാലും പറപ്പിച്ച് പോകാം ഗൈസ്. ഓക്കെ പോട്ടെ. നേരെ പോട്ടെ. എന്നാടാ ഇത് കയറി പോവാത്ത? 97 പോക്ക്. നമുക്കൊരു 3ാമത്തെ ഗിയറിലിട്ട് നോക്കാം ഗൈസ്. വണ്ടി കയറുമോയെന്ന് അറിയത്തില്ല, എന്നാലും പോട്ടെ. നമ്മുടെ ലൈലൻഡ് ഇത് ഇപ്പോൾ നല്ല പവർ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഓ, സിമ്പിളായിട്ട് കയറി പോകുന്നു. വണ്ടി ചാടി ചാടിയാണ് പോക്ക്. എയർ സസ്പെൻഷനൊക്കെ ഒരു വഴിയായി കാണും, അതായിരിക്കും. എയർ സസ്പെൻഷൻ എയർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മീറ്ററിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ ഈശ്വരാ, ഇതേ നമ്മുടെ ഒരു ഓഫ് റോഡ് സ്ഥലം, അടിപൊളി. ഇച്ചിരി ഇടിയും തൊഴിയൊക്കെ ഉള്ള സ്ഥലമാണ്. എൻ്റെ അമ്മോ, ചളുങ്ങി, ലിപ്പ് ചളുങ്ങി. ഉറപ്പായി ഗൈസ് നമ്മുടെ ലിപ്പ് ചളുങ്ങി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ലിപ്പും കൂടി മാറേണ്ട വരും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മാറാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ വണ്ടി റിപ്പയറിന് കയറ്റണം. അപ്പോൾ നമുക്ക് ലിപ്പൊക്കെ മാറി വെക്കാം ഗൈസ്. അതിനും പോട്ടെ. ഏതായാലും വണ്ടിയുടെ ചേസിൻ്റെ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല തട്ട്. നമ്മുടെ ഗ്ലാസ്സാണ് ഇച്ചിരി പ്രശ്നം. ഗ്ലാസ് മോളുവശം ഇച്ചിരി പൊട്ടിയോന്നൊരു സംശയമുണ്ട് ഗൈസ്. നമുക്കത് ഏതായാലും നോക്കാം. കുറച്ച് കഴിയട്ടെ, ഈ ടെസ്റ്റ് ഒന്ന് കഴിയട്ടെ ആദ്യം. നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ പണിതുകൊണ്ടിരിക്കുവാണ് ഗൈസ്. ഇത് 67 ലിറ്റർ ഡീസൽ 66ആയി. ഇനിയിപ്പോൾ എപ്പോൾ എത്താനാ? ഈ വഴിയുടെ എൻ്റെ ഒന്ന് കാണിച്ചതാടേ. ഓ, ഇനിയും ഉണ്ട് 9 കിലോമീറ്റർ എന്നാണ് അമ്മച്ചി പറയണത്. നമ്മളിതുവരെ 1 കിലോമീറ്റർ കഴിഞ്ഞോളോ. ഈ തള്ള എന്തോന്നൊക്കെയാണ് ഈ പറയണത്. ശേ, എൻ്റെ പൊന്ന് ഗൂഗിൾ അമ്മച്ചി ഒന്ന് വഴി പറഞ്ഞ് കൃത്യമായിട്ട്, എന്നിട്ട് വേണം ഈ വണ്ടി ഒന്ന് എവിടെയെങ്കിലും കൊണ്ട് പാർക്കാക്കാൻ. എടേ ശേ, പോട്ടെ പോട്ടെ. ഓ, നമ്മുടെ ലൈലൻഡ് നല്ല ബെസ്റ്റ് പവറാണ് ഗൈസ്. നമ്മുടെ ഐഷറൊന്നും ഈ സ്ഥലം താങ്ങിയല്ല. അതാണ് ഞാൻ ജിന്നിനെ കൊണ്ടൊന്നും ഇങ്ങനെ വരാത്തത്. ജിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ് നുറുങ്ങും. നമ്മുടെ ആ ഒരു ചെറിയ ഓഫ് റോഡ് വഴി തന്നെ നമ്മുടെ ജിന്ന് പൊളിഞ്ഞ് നാശമായി. അപ്പോൾ പിന്നെ ഇത്രയും വലിയ ഇടി നമ്മുടെ ഹാക്കറിനിട്ട് കിട്ടിയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ബോഡിയാണ്, അതിൻ്റെ കിട്ടിയിട്ട് വരെ ചളുങ്ങി. അപ്പോഴാണ് നമ്മുടെ ജിന്നിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നാ പറയാനല്ലേ. ജിന്ന് നാശമാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ജിന്നിനെ കൊണ്ട് ഇങ്ങനെ വരാഞ്ഞത്. ഏതായാലും നമുക്ക് പറപ്പിച്ച് പോകാം ഗൈസ്. 3rd ഗിയറിൽ തന്നെ പോട്ടെ. 4th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കയറത്തില്ല, അത് ഉറപ്പാണ്. ഇപ്പം തന്നെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യുവാണ് ഗൈസ്. പോട്ടെ പോട്ടെ, സ്ട്രെയിറ്റ് റോഡാണ്. ഓ, അപ്പുറത്തെ സൈഡിൽ ബാരിക്കേഡൊന്നും ഇല്ല ഗൈസ്. ഇപ്പുറത്തെ സൈഡിലാണ് ബാരിക്കേഡുള്ളൂ. അതിനാ പരിപാടിയാണാവേ. അപ്പുറത്തുനിന്ന് വന്നവനൊക്കെ തട്ടിപ്പോട്ടെന്നാണ് ഈ പറഞ്ഞു തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന വഴിയിൽ ഏതായാലും നമ്മുടെ സൈഡിൽ ബാരിക്കേഡ് ഇല്ലാഞ്ഞ്, ഇപ്പം അത് വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് പോയി. എന്നാ പറയാനല്ലേ. ഓ, കഷ്ടം. മൊത്തത്തിൽ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. ഈ റോഡ് ഏതായാലും ടാർ ചെയ്തേക്കണതിന് ഒരു വഴിക്കാണ് ഗൈസ്. മൊത്തം ഒയ്യോ, ലിപ്പ് ചളുങ്ങി ലിപ്പ് ചളുങ്ങി. ലിപ്പ് വെച്ചേക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബോഡിക്കിട്ടാണുള്ള തട്ട് മുഴുവൻ കിട്ടണം. ആ കവിള് മിക്കവാറും പൊളിഞ്ഞ് കാണും. വണ്ടിയൊക്കെ ചെരിഞ്ഞാണ് വന്നത്. ഒയ്യോ, ഫൂ, ജസ്റ്റ് മിസ്. ഇപ്പോൾ ഒരു മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാക്കർ ഇപ്പോൾ കൊക്കേ കിടന്നേനെ. ആ ബാരിക്കേഡിനൊന്നും വലിയ വിലയൊന്നുമില്ല, നേരെ നിന്ന് വെള്ളത്തിൽ കിടക്കത്തേ ഉള്ളൂ. ചുമ്മാ ഒരു ഷോയ്ക്ക് വെച്ചേക്കണമെന്നാണ് തോന്നണത്. നമുക്കേതായാലും നമ്മുടെ ടെസ്റ്റ് ഇതേ ഗൂഗിൾ അമ്മച്ചി പിന്നെ നമുക്കിട്ട് പണി വന്നു ഗൈസ്. വഴിയൊന്നും കൃത്യമായിട്ട് കാണിച്ചു തന്നെ പോലും ഇല്ല. ചിലപ്പോൾ സിഗ്നൽ ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഇതേ നമ്മുടെ അമ്മച്ചി അങ്ങ് അറ്റത്തൊരു വഴി കാണിച്ച് തന്നെ ഉണ്ട്. പോട്ടെ പോട്ടെ. അതെ, ഇപ്പോൾ കറക്റ്റ് വഴിയായി. സിഗ്നൽ പോയതായിരിക്കും ഗൈസ്. എന്തേലുമൊക്കെ അവിടെ പോവാം ഗൈസ്. പോട്ടെ പോട്ടെ, ചവിട്ടി വിടടേ. ഓ, വഴി തീരുന്നില്ല ഗൈസ്. 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇനിയും നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയണ. ഓ, ഈ തള്ള ഏതായാലും പറപ്പിച്ച് വിട്. ഷോ, നമ്മൾ 4th ഗിയറിൽ പോയിട്ട് പോലും എത്താനില്ല അങ്ങോട്ട്. 7 കിലോമീറ്റർ കൂടി ഉണ്ട് ഗൈസ്. 59 ലിറ്ററായി. 58. ഡീസൽ വണ്ടി അങ്ങ് കുടിക്കുവാണ് ഗൈസ്. മൊത്തത്തിൽ നമ്മുടെ ഐഷറും ലൈലൻഡും ഒക്കെ കണക്കാണ് മിക്കവാറും. ഡീസൽ ഒറ്റയടിക്ക് കുടിക്കുവാണ്. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. 4 കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ്. പക്ഷെ ഗൂഗിൾ അമ്മച്ചി ആണെങ്കിൽ കുറേ പോയി കണ്ടാണ് 1 കിലോമീറ്ററൊക്കെ എക്സ്ട്രാ പറയണത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണല്ലോ ശരിക്കും എത്ര കിലോമീറ്റർ ആയെന്നൊന്നും. ഈ മലവണ്ടി ആയതുകൊണ്ട് GPS ഒന്നും കൃത്യമായിട്ട് കാണിച്ചു തന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഷോ,
എന്നാണല്ലോ ഈ റോഡ് വഴി അങ്ങ് കത്തിച്ച് പോവാം ഗൈസ്. പോട്ടെ പോട്ടെ. ഓ ദേ നമുക്കിട്ട് ഇടി തന്ന പോലത്തെ ഒരു വണ്ടി. ഓ അത് അവരുടെ തന്നെ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നണത്. ആ വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ വണ്ടിക്കാണ് കൂടുതലും പറ്റിയെന്നാണ് എനിക്ക് വിശ്വാസം. ഏതായാലും നമ്മളവിടെ നിന്നില്ല, നമ്മൾ നേരെ പറപ്പിച്ചിങ്ങനെ പോന്നു. നമ്പർ പ്ലേറ്റ് വെച്ച് പൊക്കുവാണെങ്കിൽ പൊക്കട്ടെ. ഹാക്കർ പിന്നെ ഇച്ചിരി ടെററാണ് കേസ്. വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. സ്ഥിരം പ്രശ്നമാണ് നമ്മുടെ ഹാക്കറിനെ കൊണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ ഉണ്ടെന്നോ ശശിയണ്ണനോ കൊണ്ട് എവിടെയെങ്കിലും കയറ്റും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കയറും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് സെറ്റ് സാധനമൊക്കെ കാരണം ആൾക്കാർക്ക് ശല്യമാണെന്നും പറഞ്ഞ് സീനുണ്ടാക്കും. നമ്മുടെ കിക്കർ എത്ര എണ്ണം ഇരിക്കുന്നത്? 4 എണ്ണം 5 എണ്ണമൊക്കെയാണ് നമ്മൾ കിക്കർ കയറ്റിയത്. വാരി വലിച്ചാണ് നമ്മൾ സൗണ്ട് സിസ്റ്റം ചെയ്ത് വെച്ചേക്കണത്. ഇപ്പം എത്ര രൂപ പൊട്ടിയെന്നൊന്നും ഒരു കണക്കില്ല ഗൈസ്. വണ്ടി കിടന്ന് കുലുങ്ങുവാണ്. 2 ജില്ലാണ് ഒറ്റയടിക്ക് ടെസ്റ്റിനെ തന്നെ പൊട്ടിച്ചത്. അപ്പം നമ്മുടെ കിക്കറിൻ്റെ പവറൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില്ല് വരെ പൊട്ടാൻ പാകത്തിനുള്ള പവറാണ് നമ്മുടെ കിക്കറിന് ഫുൾ വോളിയത്തിൽ വെച്ചപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് തുറന്നിട്ടിട്ടാണ് നമ്മൾ സാധാരണ കിക്കർ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് അടച്ച് AC ആണെങ്കിൽ നേരെ കിക്കറിൻ്റെ ഒച്ച കുറച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ടെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കിക്കറൊക്കെ അവിടെ ഇരിപ്പുണ്ട് നല്ല സെറ്റായിട്ട്. അകത്തോട്ടൊന്നും വലിയ പ്രശ്നമൊന്നും വന്നില്ല. നമ്മുടെ കവിളിനിട്ടൊക്കെയാണ് തട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും പറപ്പിച്ച് പോകാം ഗൈസ്. നമ്മുടെ സ്ഥലം ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. നേരെ പോകാം ഗൈസ്. ഇനി ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണെന്നാണ് നമ്മുടെ അമ്മച്ചി പറയണത്. ശരിക്കും പറഞ്ഞാൽ നല്ല ലാഗാണ് ഗൈസ്. വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാണെന്നറിയാം. പക്ഷെ നമ്മുടെ ടെസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു ഇടിയും തൊഴിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ചുകൂടി അങ്ങ് പോട്ടെ ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ചിലപ്പോൾ ഇനി വണ്ടി ഉരുണ്ടങ്ങ് താഴെ പോവും. അത് വേണ്ട. ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും വണ്ടി തെന്നും ഗൈസ്. നമ്മുടെ ടയർ അത്യാവശ്യം നമ്മുടെ ഹാക്കർ ഇപ്പോൾ നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് നാൾ കൊണ്ട് തന്നെ നമ്മുടെ ഹാക്കർ ഏകദേശം 2-3 ലക്ഷം കിലോമീറ്ററാണ് ഗൈസ് ഓടിയേക്കണത്. അപ്പോൾ നമുക്കേതായാലും വണ്ടി ഇവിടുന്ന് ഇച്ചിരി നീക്കിയിടാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങ് നീക്കി നിർത്താം ഗൈസ്. ഇവിടെ കിടക്കട്ടെ. ഏതായാലും ഗൈസ് നമ്മുടെ ഹാക്കറിൻ്റെ റോഡ് ടെസ്റ്റ് ഏതായാലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ആകെ നമ്മൾ കൊണ്ടുവന്ന പോലെ അല്ല ഗൈസ്. നല്ല ഇടി കിട്ടി ചീഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഞാൻ സസ്പെൻസ് വെക്കാതെ വണ്ടി കാണിച്ചു തരാം. ഇനി ഇത് അടുത്ത ദിവസം റിപ്പയർ ചെയ്യാൻ കയറ്റണം ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ കൊമ്പ് പൊളിഞ്ഞു ഗൈസ്. കൊമ്പ് പറഞ്ഞിങ്ങനെ പോരാറായി. ഇപ്പോൾ ഒന്ന് അനക്കിയാൽ പറഞ്ഞിങ്ങനെ പോരും. അതിലും ഭേദം അവിടെ ഇരുന്നോട്ടെ. നമുക്കത് പയ്യെ സെറ്റാക്കി കൊണ്ടുപോവാം. ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞു ഗൈസ്. നമ്മുടെ നെയിം ബോർഡിൻ്റെ സൈഡും ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് മുഴുവൻ ഇനി മാറേണ്ട വരും. പിന്നെ നമ്മുടെ കവിള് ചെറുതായിട്ട് പൊളിഞ്ഞ്, പിന്നെ നമ്മുടെ ഈ വാതിലിൻ്റെ സൈഡിലെ ഗ്ലാസ് ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കവിള് പോയി, ബോണറ്റ് പോയി. ബോണറ്റ് അപ്പുറം ഇപ്പുറവും പൊളിഞ്ഞു ഗൈസ്. 2 സൈഡ് കവിള് 2 സൈഡും പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവന് പറ്റിയേക്കണത്. എന്തോ പറയാൻ. ആ ഫസ്റ്റത്തെ ഇടി തന്നെ നമ്മുടെ കൊമ്പാണ് പറഞ്ഞിങ്ങനെ പോരാറായത്. ഇത്രയും നേരം ഇരുന്നേതായാലും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് വഴി ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.